ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹത്തായ ദുആ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നിഅമത്തുകളും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം ഉള്ളത് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് അഥവാ തിങ്കളാഴ്ച ദിവസം ദുൽഹജ്ജ് മാസം 28 രാവിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കേരളത്തിലുള്ള ആളുകൾ ഇന്ന് മഗ്‌രിബോടെ 27 രാവിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വളരെ മുത്തബറക്കായ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് വരാനിരിക്കുന്നു. മുഹറം മാസം, പുതിയൊരു വർഷം, ഹിജ്റ 1446 വിട പറഞ്ഞുകൊണ്ട് 1447 വർഷം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ വിട പറഞ്ഞു പോകുന്നതായ ഈ മാസത്തിലെ, ഈ വർഷത്തിലെ പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുപ്പിക്കപ്പെട്ടതായ നിലയിൽ, എല്ലാ ദോഷങ്ങളെയും അള്ളാഹു പൊറുത്ത തന്നതായ നിലയിൽ നമുക്ക് സന്തോഷത്തോടെ, റാഹത്തോടെ ഹൃദയങ്ങൾ പ്രകാശിക്കുന്ന രൂപത്തിൽ മുഹറം മാസത്തിനെ വരവേൽക്കാൻ, ഹിജ്റ 1447 വർഷത്തിനെ വരവേൽക്കാൻ, പുതുവർഷത്തെ വരവേൽക്കാൻ നമുക്ക് കഴിയണം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ആയതിനാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ തിരക്ക് പിടിച്ച ഈ ജീവിത സാഹചര്യത്തിൽ ഒരല്പസമയം അല്ലാഹുവിനെ സ്മരിക്കാനും അവനിലേക്ക് ലയിക്കാനും നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് നാം ദിക്റുകളിലേക്കും ദുആയിലേക്കും എല്ലാം കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വളരെ സിമ്പിളായ രൂപത്തിൽ ഒരല്പം ദിക്റുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മജ്ലിസിലേക്ക് ഒരുപാട് ആളുകൾ കമന്റ് മുഖേന സ്ഥിരം പങ്കെടുക്കുന്ന ആളുകൾ, അതുപോലെ ഇൽമിയായ രംഗത്തുള്ള ബന്ധങ്ങളിലൂടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാറുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ ഹാസിലാക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദിക്റുകളിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് നാം നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹുവിലേക്ക് പറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തു കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങളാണ്. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഇസ്തിഗ്ഫാറിനുണ്ട്. അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും, പ്രയാസങ്ങൾ നീങ്ങിപ്പോകും, സാമ്പത്തികമായ അഭിവൃദ്ധി നമുക്കുണ്ടാകും. അതുപോലെ സുഖലോക സ്വർഗം ലഭിക്കാൻ ഏറ്റവും വലിയ കാരണമാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നത്. ആയതിനാൽ ഈ നമ്മൾ ചൊല്ലുന്ന ഇസ്തിഗ്ഫാർ ഏതാണ്? അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. അപ്പോൾ ഈ ഇസ്തിഗ്ഫാർ എല്ലാവരും ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. ഉന്നതനായ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ഞാൻ തേടുന്നു. മിൻ കുല്ലി ദംബിൻ, എല്ലാ തെറ്റുകളിൽ നിന്നും അല്ലാഹുവിനോട് ഞാൻ പാപമോചനം തേടുന്നു. വഅതൂബു ഇലൈഹി, അല്ലാഹുവിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു എന്ന് ആത്മാർത്ഥമായി കൊണ്ട് നാം ഓരോരുത്തരും മനസ്സിൽ അർത്ഥം കൊണ്ടുവന്നുകൊണ്ട് തന്നെ പറയുക. ഇൻഷാ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി.
أستغفر الله العظيم من كل ذنب وأتوب إليه 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 أستغفر الله العظيم أستغفر الله العظيم من كل ذنب وأتوب إليه 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചൊല്ലിയ ഇസ്തിഗ്ഫാറുകൾ കബൂലാക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ദുആ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ അസുഖങ്ങളെയും അല്ലാഹുവിനോട് ശിഫയാക്കാനുള്ള ഒരു ദുആയാണ്. നമുക്ക് മാത്രമല്ല, നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾക്കും കൂടെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ദുആയാണ്. ഞാൻ ദുആ ഏതാണെന്ന് അതിന്റെ അർത്ഥവും പറയാം. അല്ലാഹുമ്മ ശ്ഫി അംറാദന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. വഅംറാദ മൻ ഔസാനാ ബിദ്ദുആ, പിന്നെ ആരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. യാ ഷാഫിയൽ അംറാദ്, സർവ രോഗങ്ങളെയും ശിഫയാക്കുന്ന, ഭേദപ്പെടുത്തുന്ന, സുഖപ്പെടുത്തുന്ന ഷാഫിയായ അല്ലാഹ്, ഞങ്ങളുടെ രോഗത്തെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ് എന്നുള്ള ദുആയാണ് ഇൻഷാ അല്ലാഹ് നാം ചെയ്യുന്നത്. എല്ലാവരും ഒരുമിച്ച് ഇൻഷാ അല്ലാഹ് ചൊല്ലുക. അല്ലാഹുമ്മ ശ്ഫി അംറാദനാ വഅംറാദ മൻ ഔസാനാ ബിദ്ദുആ
യാ ശാഫിയൽ അംറാദ്. ഈ ഒരു ദുആയാണ് നമ്മുടെ മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് കാവല് തേടാനും നിലവിലുള്ള അസുഖങ്ങളൊക്കെ അള്ളാഹു സുഖപ്പെടുത്താനും ഒക്കെ കാരണമായ ഒരു ദുആയാണ്. ആത്മാർത്ഥമായി പറയുക. മരുന്നുകളുടെ അഡിക്റ്റ് ആക്കാതെ, മരുന്നുകൾ സ്ഥിരം കഴിക്കേണ്ട അവസ്ഥകൾ വരാതെ, എപ്പോഴും ആശുപത്രിയിലെ സ്ഥിരം സന്തകർഷകരാകാതെ, ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി മരുന്നിന്റെ അടിമകളായി മാറാതെ ഈ ദുആ എല്ലാവരും ചൊല്ലുക. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദുആനെയും സ്വീകരിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള രോഗങ്ങൾ ലോകത്തിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന, ലോകത്തിലാകെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അത്തരം മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന ഈ ദുആന്റെ ബറക്കത്തുകൊണ്ട്, ഈ വിശുദ്ധമായ മാസത്തിന്റെ, ദുൽഹജ്ജ് മാസത്തിന്റെ ബറക്കത്തുകൊണ്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ, നീ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ദിക്റിലേക്ക് കടക്കാം. ഏതാണ് ആ ദിക്ർ? മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദിക്റാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഇതിന്റെ അർത്ഥം നമുക്ക് അറിയാവുന്നതാണ്. ചെറുപ്പകാലം മുതലേ മദ്രസകളിൽ നിന്നും മറ്റുമായി നാം പഠിച്ചിട്ടുള്ള ദുആയാണ്. ഏതാണ് ആ ദുആന്റെ അർത്ഥം? എന്താണ്? റബ്ബിർഹംഹുമാ, റബ്ബേ രണ്ടാളുകൾക്കും, മാതാവിനും പിതാവിനും നീ കരുണ ചൊരിയണേ അല്ലാഹ്. കമാ റബ്ബയാനി സഗീറ, അവര് എങ്ങനെയായിരുന്നു എന്നോട് കരുണ കാണിച്ചിരുന്നത്, അവരെ എങ്ങനെയായിരുന്നു ഞങ്ങളെ പോറ്റി വളർത്തിയത്, സഗീറ ചെറുപ്പകാലത്തിൽ എങ്ങനെയായിരുന്നു പോറ്റി വളർത്തിയതുപോലെ റബ്ബേ അവർക്ക് നീ കരുണ ചൊരിയണേ അല്ലാഹ്, അവർക്കും നീ കരുണ ചൊരിയണേ റഹ്മാനെ. മാതാപിതാക്കൾ ചെറുപ്പകാലത്തിൽ ഞങ്ങളോട് എങ്ങനെയാണോ കരുണയോടെ, വാത്സല്യത്തോടെ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്തത്, അതിന് ഉപരിയായിക്കൊണ്ട് റബ്ബേ നീ അവർക്ക് കരുണ ചൊരിയണേ റഹ്മാനെ എന്നുള്ള ദുആ ആത്മാർത്ഥമായി നാം ചൊല്ലുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. 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 റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ.
رب ارحمهما كما ربياني صغيرا 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 الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയതായ ഈ ദിക്റുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. അടുത്തൊരു ദിക്ർ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്റാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹിൽ അലീം, ഉന്നതനായ അള്ളാഹുവിനെ വീണ്ടും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതിനോടൊപ്പം അവന്റെ ഉന്നതനായ അള്ളാഹുവിന്റെ പരിശുദ്ധിയെയും വാഴ്ത്തുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് പാപമോചനവും തേടുന്നു. അപ്പൊ ഏതാണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. ഇനി ചൊല്ലാൻ പോകുന്ന സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് എന്നുള്ള സലാത്താണ് സലാത്തുല്ലാഹ്. അള്ളാഹുവിന്റെ ഗുണം ആരുടെ മേൽ ചൊരിയട്ടെ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. സലാമുല്ലാഹ്, അള്ളാഹുവിന്റെ രക്ഷയും ആരുടെ മേൽ ചൊരിയട്ടെ? അലാ ത്വാഹ റസൂലില്ലാഹ്,
ത്വാഹ എന്നുള്ള വിശേഷണമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അള്ളാഹു ചുരിയട്ടെ എന്നുള്ള ദുആയാണ്. അള്ളാഹുവേ, അവിടുത്തെ സ്ഥാനം നീ ഉയർത്തണേ റഹ്മാനെ. സലാത്തുല്ലാ സലാമുല്ലാ, വീണ്ടും സലാത്താണ് അലാ യാസീൻ ഹബീബില്ല, യാസീൻ എന്നുള്ള വിശേഷണമുള്ള ഹബീബുല്ല, അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അള്ളാഹു ഗുണവും രക്ഷയും എല്ലാം ചൊരിയട്ടെ എന്നുള്ള അർത്ഥത്തിന് വരുന്ന ഈ സ്വലാത്ത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലുക. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് ഇല്ലല്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന പ്രകാശത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഗുണം ചൊരിയട്ടെ എന്നുള്ള സലാത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹും വേറൊരാളും ആരാധനയ്ക്ക് അർഹനില്ല എന്നുള്ള ഷഹാദത്ത് കലിമയാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ നിമിഷം തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് റബ്ബേ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അത് കാരണമായി അവിടുത്തെ മദദ്, ശഫാഅത്ത്, നുസ്രത്ത് എല്ലാം ഞങ്ങൾക്ക് ലഭിക്കുന്ന, അവിടുത്തെ ഉമ്മത്തീങ്ങൾക്ക് ലഭിക്കുന്ന അത്തരം ആളുകളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ് യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി ചൊല്ലാൻ പോകുന്ന ദിക്ർ എന്ന് പറയുന്നത് അവസാനത്തെ ദിക്ർ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി, എനിക്ക് എന്റെ റബ്ബ് മതി. ജല്ലല്ലാഹ്, അതിന്റെ അർത്ഥം എന്താണ്? ജല്ലല്ലാഹ്, അല്ലാഹുവിന്റെ ജലാലിയത്തിനെ, അവന്റെ ഔന്നത്യത്തിനെ എന്ത് ചെയ്യാണ്? വാഴ്ത്തുകയാണ്. മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, ഉന്നതനായ റബ്ബ് എനിക്ക് മതി, അല്ലാഹു അല്ലാതെ വേറൊരാളും. ഗൈറുല്ലാഹ്, മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, എന്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാതെ വേറൊരാൾ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇത്രയും നേരം നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരുന്നു ചൊല്ലിയതെല്ലാം അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ അള്ളാഹു കബൂൽ ചെയ്യുന്ന അമലായ അദ്കാറുകളായി സ്വലാത്തുകളായി അള്ളാഹുവെ നീ ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ നിലനിർത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ. അള്ളാഹു ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ റഹ്മാനെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. طب القلوب ودواعيها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله. ألف ألف صلاة وألف ألف سلام عليك يا سيدي يا حبيب الله. ألف ألف صلاة وألف ألف سلام عليك يا سيدي عليك يا سيدي يا رحمة للعالمين. خذ بأيدينا قلت هيلتنا أدركنا يا حبيب الله. اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة أولا إلى حضرة روح حبيبك سيدنا محمد صلى الله عليه وسلم. أرحم الرحيم يا الملك الجبار يا രാജസയ്യിദായ റഹ്മാനെ, ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയതായ കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. നീ തട്ടി അകറ്റല്ലേ അല്ലാ. ഞങ്ങളുടെ ദോഷങ്ങൾ കാരണമായി നീ ഞങ്ങളെ അവഗണിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ഓതിയതായ ദിക്റുകൾ, സലാത്തുകൾ, സലാമുകൾ, സൂറത്തുകൾ എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ കഴിഞ്ഞ കാല ഇന്നലകളിൽ വന്നുപോയതായ ചെറുതും വലുതുമായ ദോഷങ്ങളെ നീ പുറത്തു മാഫാക്കണേ അല്ലാ. റബ്ബേ, ചെറുതും വലുതുമായ രഹസ്യം പരസ്യവുമായ ഒരുപാട് ദോഷങ്ങൾ ചെയ്ത പാപികളാണ്, ദോഷികളാണ് അല്ലാ. വിശിഷ്യായി ദുൽഹജ്ജ് മാസം ഈ ഒരു വർഷം വിട പറയാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ റബ്ബേ, ഈ ഒരു വർഷത്തിൽ സംഭവിച്ചതായ എല്ലാ ദോഷങ്ങളെയും നീ പൊറുക്കണേ അല്ലാ. ഇഷ്ടകാലം നിന്റെ ത്വാഅത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബേ, വിശുദ്ധമായ മുഹറം മാസം പുതുവർഷത്തെ വരവേൽക്കുവാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആ മാസത്തിൽ ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നീ ചൊരിയണേ റഹ്മാനെ. റബ്ബേ, എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ നിഅമത്തുകളും നീ നിലനിർത്തണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന മുഴുവൻ ഖൈറാത്തുകൾ ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ അല്ലാ. വിശുദ്ധമായ മക്കയിൽ ചെന്നുകൊണ്ട് ആ വിശുദ്ധമായ നാട് കാണാൻ, അവിടെ ചെന്നുകൊണ്ട് ഉംറ നിർവഹിക്കാൻ, ഹജ്ജ് നിർവഹിക്കാൻ, വിശുദ്ധമായ മദീന സിയാറത്ത് നടത്താനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. വിശുദ്ധമായ ഇരു ഹറമുകൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ നൽകണേ അല്ലാ. കഴിഞ്ഞ ഈ മാസം ദുൽഹജ്ജ് മാസം ഒരുപാട് ഹാജിമാർ ഞങ്ങളുടെ നാടുകളിൽ നിന്ന് പോന്ന് അവിടെ ചെന്നുകൊണ്ട് ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലാ. അവരിൽ ഒരുവരായി ഇനി ഞങ്ങൾക്ക് ഒരു അവസരം നൽകണേ അല്ലാ. അവർക്ക് നൽകിയതുപോലെയുള്ള തൗഫീഖ് ഞങ്ങൾ മരിക്കുന്നതിന് മുന്നേ അധികം വലിയ വിദൂരമല്ലാത്ത ഭാവിയിൽ റബ്ബേ, വിശുദ്ധമായ നാട്ടിലേക്ക് നീ ഞങ്ങൾ എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. മുഴുവൻ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം വിഷയങ്ങളിൽ നിന്ന് കാവല് തേടിയിട്ടുണ്ടോ
അതിൽ നിന്നെല്ലാം ഞങ്ങളും കാവൽ തേടുന്നു അല്ലാ. നിന്റെ പരിപൂർണമായ ഹിഫ്ള് നൽകണേ അല്ലാ. നിന്റെ മഹാന്മാരുടെ കാവൽ തിരുനോട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാ. വിശിഷ്യ മഹാന്മാരായ ബദ്രീങ്ങളുടെ കാവൽ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ വിദ്യാഭ്യാസത്തിൽ അവരുടെ പഠനത്തിൽ നീ പുരോഗതി നൽകണേ റഹ്മാൻ. സമൂഹത്തിന് എല്ലാ വിഷയങ്ങളിലും പ്രാപ്തരാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഭാര്യമാരിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണേ അല്ലാ. ജീവിതത്തിൽ സന്തോഷം നിലനിർത്തണേ റഹ്മാനെ. ബറക്കത്ത് നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ നടത്താനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബേ, കൃഷി ചെയ്യുന്നവര്, കച്ചവടം ചെയ്യുന്നവര്, അതുപോലെ വീട്ടു ജോലി ചെയ്യുന്നവര്, പല രൂപത്തിലുള്ള ജോലി ചെയ്യുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മജ്ലിസിലുണ്ട് അല്ലാ. അവർ ചെയ്യുന്ന ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. എല്ലാവരും പല അവസ്ഥകളിലാണ്. എല്ലാവരുടെയും വിഷയങ്ങളിൽ നീ ഖൈറ് നൽകണേ അല്ലാ. ദുഃഖങ്ങളെ നീക്കി കൊടുക്കണേ റഹ്മാനെ. മനസ്സിൽ സന്തോഷം നിറയ്ക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഅഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. إن شاء الله أوصيكم بالدعاء. السلام عليكم ورحمة الله وبركاته.